ഇതിങ്ങനെ കാണിച്ചതിന് വലിപ്പം അറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഇസ് ഹ്യൂജ്. ഈ പൊട്ടൽ ലോട്ടറി അടിക്കാൻ നേരിട്ടുണ്ടോ? ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു യമണ്ടൻ ലോബ്സ്റ്റർ കൈ കിട്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് അങ്ങ് ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്തു. പിന്നെ വലിയ കുക്കർ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും അതിങ്ങനെ കീറിയിട്ട് ഗ്രില്ല് ചെയ്യാനാണ് പറഞ്ഞത്. കീറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഫ്ലഷ് അത്ര ഈസി ആയിട്ടൊന്നും പോരൂല. പിന്നെ എനിക്കിത് ക്ലീൻ ചെയ്യാനും അറിയില്ല. അപ്പം ഞാൻ മെല്ലെ ഒന്ന് സ്റ്റീം ചെയ്തു. അത് കഴിഞ്ഞ് പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഫ്ലഷിനേക്കാൾ കൂടുതൽ അതിൻ്റെ വേസ്റ്റാണുള്ളത്. ആ വൈറ്റമിൻസ് എല്ലാം കൂടെ ഞാൻ തിന്നേണ്ടി വരുമായിരുന്നു, കാരണം എനിക്കിത് ക്ലീൻ ആക്കാൻ അറിയില്ല. അങ്ങനെ വളരെ സൂക്ഷ്മമായി കഷ്ടപ്പെട്ട് ഞാൻ അതിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോ പീസുകളെടുത്ത് നന്നാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു ജെല്ല് പോലത്തെ സാധനം കിട്ടി. ഇതിന് തലച്ചോറ് വല്ലതും ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കളഞ്ഞു. പിന്നെ ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് വലിയ വലിയ വേസ്റ്റിൻ്റെ പീസൊക്കെ ഉണ്ട്. നമ്മളെവിടെ ഇതിന് വൈറ്റമിൻസ് എന്ന് പറയും, അതെടുത്തങ്ങ് കളയണം നല്ലതിന്. പിന്നെ ഈ കൊമ്പും ചുള്ളെല്ലാം ഒട്ടിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷൊക്കെ എടുത്ത് ഏതായാലും കുറച്ചധികം ഫ്ലഷ് എനിക്ക് കിട്ടി. കുറച്ചധികം എന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിയ ചെമ്മീൻ ക്ലീൻ ആക്കിയിട്ട് ഇത്ര മാത്രമേ കിട്ടുള്ളൂ. അത് സ്വാഭാവികമായിട്ട് ചെമ്മീൻ അങ്ങനെയാണ്. നമ്മൾ സാധാ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സാധാ പൊരിക്കുന്ന പോലെ പൊരിക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം നമ്മൾ ഇന്നും കഴിക്കുന്ന ഫ്ലേവറിൽ കഴിച്ചാൽ ഇതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ക്രീമും ബട്ടറും ഒക്കെ ചേർത്തിട്ട് എനിക്കെന്തോ അതങ്ങോട്ട് തോന്നിയില്ല. ഇനിയിപ്പോൾ അത് എൻ്റെ കയ്യിൽ എങ്ങനെ എത്തി അതാണ് ചോദിച്ചത്. ഞാനിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നാണ്. ഒരാൾ ചോദിച്ചു, നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് ലോബ്സ്റ്റർ വേണമെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ച് ലോബ്സ്റ്റർ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. പിന്നെ കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൂപ്പർക്ക് ഫിഷിൻ്റെ എന്തോ പരിപാടിയൊന്നും ഈ ഫിഷ് അവർ കളയാനേ ചാൻസ് ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശരിയാവുള്ളൂ. അത് കൊള്ളാം, പക്ഷെ കൊള്ളൂലാത്ത സംഭവമാണ് എൻ്റെ കട്ടിംഗ് ബോർഡ്. വളരെ കാലമായി കൊണ്ടു നടക്കുന്നതായിരുന്നു. അതിൻ്റെ കോലം കണ്ടോ.